ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐഫോൺ SE 4th ജനറേഷൻ്റെ ഒരു സിമ്പിൾ ഡീറ്റെയിൽസ് ആണ്. സോ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. എങ്കിലും ഇത് കേൾക്കാത്തവർക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോൺ 14 ആണ്. എൻ്റെ കയ്യിൽ ഡെമോ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 14ൻ്റെ വീഡിയോ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷേ പറ്റുന്ന ഇമേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 95% കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം ഡിസൈനിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഐഫോൺ SE 4th ജനറേഷൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പഴയ SE വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഐഫോൺ SE 4th ജനറേഷന്. എസ്പെഷ്യലി അതിൻ്റെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഒരു സിഗ്നേച്ചർ ഒരു ഡിസൈൻ ആയിരുന്നു. ടച്ച് ID ഉള്ള ഒരു ബെസലുള്ള ഒരു ഡിസൈന്. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. ഐഫോൺ 14 കണ്ടുവന്ന ഏകദേശം സിമിലർ ആയിട്ടൊരു ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48 MP മെഗാ പിക്സലിൻ്റെ നല്ലൊരു കിടിലം ക്യാമറ തന്നെ ആയിരിക്കും. അതും നല്ലൊരു ഫീച്ചറായിട്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ 50,000 രൂപക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഡിവൈസിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് നല്ലൊരു വെർത്തായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്ന സമയത്ത് 3279 mAh ഒരു ബാറ്ററി ആയിരിക്കും. ഇത് നമ്മുടെ മുമ്പത്തെ ഐഫോൺ SE ജനറേഷനുമായിട്ട് SE സീരീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന ഒരു SE എന്ന് പറയുന്നത് ബാറ്ററിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിരിക്കും. കാരണം മുമ്പ് വന്ന് വളരെ ചെറിയ ബാറ്ററീസ് ആയിരുന്നു, നല്ല രീതിയിൽ ചാർജ് ബാക്കപ്പ് വളരെ കുറവായിട്ടുള്ള ബാറ്ററീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഐഫോൺ SE 4th ജനറേഷനിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ചിപ്സെറ്റിലോട്ട് പോകുന്ന സമയത്ത് A17 ഓർ A18 ചിപ്സെറ്റ് ആയിരിക്കും ലേറ്റസ്റ്റ് ചിപ്സെറ്റ്. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന ഐഫോൺ SEയിലാണ് ഇതുവരെ വന്ന SEനേക്കാൾ നല്ല ചേഞ്ച് ആയിട്ട് വരാൻ പോകുന്ന ഡിവൈസ്. സോ അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സും അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഐഫോൺ 16, 15 നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളും വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഡിവൈസും ഏകദേശം 35 to 40K നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു കിട്ടുന്ന ഐഫോൺ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.